നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ചെടുക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് 250 ml അല്ലെങ്കിൽ 120 ഗ്രാമാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്. ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ബേക്കിംഗ് ടിന്ന് റെഡിയാക്കി എടുക്കാം. 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് ടിന്നിൻ്റെ അടിഭാഗത്ത് സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ക്ലീൻ ആയിട്ടൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലാണ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മുട്ടയും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എസൻസ് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡെങ്കിലും ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ മുട്ട ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ എണ്ണയും പാലും കൂടെ ഒന്ന് മിക്സ് ആകുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പാലും ഒക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലോ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ആണെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടും. ഇനി ബേക്കിംഗ് ടിന്നൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. കാണുന്ന ഈ ഒരു സമയത്ത് തന്നെ മനസ്സിലാകുമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.